എന്തോ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒന്ന് ട്രാവൽ ചെയ്യാനുള്ള ഒരു മൂഡാണെന്ന്. സോ ഇന്നൊന്ന് പാലക്കാട് വരുന്നു പോയി വന്നാലോ. ചുമ്മാ പോകുന്നു, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. പോയിട്ട് ട്രാവൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് പാലക്കാട് വരെ പോയി ഫുഡ് എന്താ അവിടുത്തെ ലോക്കൽ ഫുഡ്സ് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മളിപ്പോ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പൊതുവെ നോക്കുമ്പോ എറണാകുളത്തേക്ക് പോകുന്നതിനേക്കാൾ ഈസി പാലക്കാട് പോകാനാട്ടോ. കാരണം ബ്ലോക്ക് കുറച്ച് കുറവുണ്ട്. പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ ഗ്യാപ്പിട്ട് പോകുന്നത്. അവിടേക്ക് ആ റൂട്ട് പോകുമ്പോ ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും അല്ലേ. ഇപ്പൊ ചെറിയൊരു മഴക്കാര് പോലെയൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു ഈവനിങ് വൈബാണല്ലേ. ശരിക്കും ഈവനിങ് യാത്ര ചെയ്യാൻ നല്ല സുഖമല്ലേ. എനിക്ക് ഏർലി മോർണിംഗും പിന്നെ ഈവനിങ് ഏതാണ്ട് ഈ ഒരു ടൈമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് കേട്ടു. എന്നാലും നോക്കാം, അത്ര ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് വഴിയെ നോക്കി തന്നെ പോവാം. പറയില്ലേ ചോദിച്ചു പോവാന്ന്, അതുപോലെ നമുക്ക് നോക്കി പോവാം. ട്രാഫിക്കും ബ്ലോക്കും എന്താണെന്നൊക്കെ. പിന്നെ കുതിരാനും നല്ല രസമാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ആക്ച്വലി ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, പക്ഷെ കാര്യമായിട്ടുള്ള ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നോർമലി ഉള്ള പോലെ തന്നെയാണ്. കുറച്ചൊന്ന് വഴിയില് ഇപ്പൊ ഇവിടെ പാലം പണി നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു വഴി ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഒന്നുമില്ല. പക്ഷെ നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഇവിടെ നിന്ന് തിരിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോ എന്താവും അറിയില്ലല്ലോ. ഇപ്പൊ ഈ വഴിയിൽ അങ്ങനെ നമുക്ക് പറയത്തക്ക വലിയ ബ്ലോക്ക് ഒന്നുമില്ല. നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കും, ഇവിടെ പാലം പണിയുടെ കുറെ ഇങ്ങനെ പൊളിച്ചൊക്കെ ഇട്ടുണ്ട് റോഡ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോ ഇത് കണ്ടിട്ട് മാത്രം പാലക്കാട് പോകുന്ന ആൾക്കാർ, പാലക്കാട് കോയമ്പത്തൂരൊക്കെ പോകുന്ന ആൾക്കാര് ബ്ലോക്ക് ഇല്ലാന്ന് വിചാരിച്ച് സമയം കൈപിടിച്ച് വരണ്ട കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മേ ബി ഇന്ന് ഒരു ദിവസം ആയിരിക്കാം ഇങ്ങനെ ബ്ലോക്ക് ഇല്ലാത്തത്. ബാക്കി എല്ലാ ദിവസം ഇങ്ങനെ ആയിരുന്നു വരില്ല കേട്ടോ. അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ പോകുമ്പോ. ആ ഭാഗത്ത് കാണാൻ വേണ്ടിട്ട് വലിയ വലിയ കാടുകളാണ്. ശരിക്കും ഈ പാലക്കാട് ബീച്ച്, കണ്ണാറ ഈ സൈഡൊക്കെ നല്ല കുറേ അധികം ഇങ്ങനെ കാടിന്റെ കുറെ ഏരിയകളുണ്ട്. ഇവിടെ ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ പീച്ചി ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോ വഴി ഓക്കെ ആവുന്നുണ്ട്. നമ്മള് ഹൈവേയിലേക്ക് വീണ്ടും കയറും. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്ററോളം പോയിട്ട് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പീച്ചി ഡാമാണ്. നമ്മളങ്ങനെ കുതിരാനെത്തി. കുതിരാനിലേക്ക് ഇപ്പൊ പോകുന്ന ഈ പാലമ്പണി കഴിഞ്ഞപ്പോ ഈ പോകുന്ന വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. 2 സൈഡും എന്ത് രസാ. ഗ്രീനറി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നല്ല ഭംഗിയല്ലേ. പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ബ്ലോക്ക് ആവാറ്, കാരണം പഴയ വഴിയല്ലേ. പക്ഷെ ഇപ്പോ ഒരുപാട് ഭേദമാണ് കേട്ടോ. ഈ തുരങ്കം വന്നതോടുകൂടി കുറെ ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട്. കുതിരാനിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഇതാണ് കുതിരാന്റെ കവാടം. യെസ്, നമ്മളങ്ങനെ കുതിരാനിലേക്ക് കയറാണ്. ഇതിനുള്ളിൽ പോകുമ്പോ റേഞ്ച് പോകും. വേറൊരു സൂത്രം ഉണ്ട് കേട്ടോ, നല്ല എക്കോയാണ്. ഹലോ, അല്ല കേട്ടോന്നറിയില്ല, ഞാൻ ചുമ്മാ ഒന്ന് ക്ലാസ് ഓർന്നു ഓളിട്ടതാണ് എക്കോ കേൾക്കാൻ. അവിടെയാണ് നമ്മുടെ കുതിരാന്റെ എക്സിറ്റ് വരുന്നത് കേട്ടോ. കാണുന്നില്ലേ, നമ്മളതാ ഇപ്പൊ അവിടേക്ക് എത്തും. ശരിക്കും ഇത് തുറന്ന് ഈ എക്സിറ്റിലൂടെ കടക്കുമ്പോ തന്നെ എന്ത് വ്യൂ അല്ലേ. നല്ല ഭംഗിയില്ലേ ഗൈസ്, സൂപ്പർ ആയിട്ടല്ലേ. ഇപ്പൊ നമ്മുടെ കുതിരാനൊക്കെ കഴിഞ്ഞു. പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കോഫി ഷോപ്പ് കാണുന്നുണ്ട്, ടീ കോഫി എല്ലാം. അപ്പൊ ഒന്ന് നമുക്ക് അവിടെ പോയിട്ട് കോഫി കുടിക്കാം. ആക്ച്വലി ഈ കോഫിയും ടീ ഒന്നും ഇത്ര നല്ലതൊന്നുമല്ല കേട്ടോ. എനിക്കങ്ങനെ ശീലമില്ല, പക്ഷെ ട്രാവൽ ചെയ്യുമ്പോ ഒരു കോഫി മസ്റ്റാ. നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് ഒന്ന് നോക്കാം എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. എന്തായാലും ഒരു കോഫിയോ അല്ലെങ്കിൽ നല്ലൊരു ടീയോ ആവശ്യമാണ്. എന്തായാലും നോക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളൊരു കോഫിയും ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറെ ചിപ്സ് ഒക്കെ ഉണ്ട്. അതിൽ ഈ കായ വറുത്തത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മധുരമുള്ളതും എരിവുള്ളതൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെയാണെങ്കിൽ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈവേയിൽ തന്നെയാണ്, പക്ഷെ ജസ്റ്റ് ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയേ വേണ്ടുള്ളൂ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കായ വറുത്തൊക്കെ ഉണ്ടെന്ന്. നമ്മൾ കുറച്ച് കായ വറുത്തത് വാങ്ങിച്ചു, അധികമൊന്നുമില്ല, കുറച്ച്. നല്ല രസമല്ലേ ഇങ്ങനെ വറുത്തി കഴിക്കാൻ കോഫിയുടെ കൂടെ. അപ്പൊ നമ്മള് ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഇറങ്ങായിട്ടോ ഇവിടുന്ന്. യാത്ര വീണ്ടും തുടങ്ങി. നല്ല കോഫി ആയിരുന്നു കേട്ടോ. കോഫിയും ബിസ്ക്കറ്റും അതുപോലെ കായവർക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കുറേശ്ശെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ ഇനി വീഡിയോ അത്ര അങ്ങോട്ട് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല. മാക്സിമം പറ്റുന്നിടത്തോളം കാണിക്കാം. അതിനുശേഷം പിന്നെ അവിടെ ചെന്നതിന് ശേഷം എന്താ ചെയ്യണമെങ്കിൽ അപ്പൊ കാണിക്കാം കേട്ടോ. ഇപ്പൊ കോഫി കുടിച്ചപ്പോ നല്ലൊരു എനർജി ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് പറയുന്നത്, ട്രാവൽ ചെയ്യുമ്പോ ഒരു കോഫിയോ ടീയോ നല്ലതാ ശരിക്കും. ഞാൻ ടീയോ കോഫിയൊന്നും പ്രൊമോട്ട് ചെയ്യല്ല. അങ്ങനെ നമ്മൾ ടോൾ എത്തിയിരിക്കുകയാണ്. പന്നിയങ്കര ടോൾ എന്നാണ് പറയാൻ തോന്നുന്നു. ഞാൻ പൊതുവെ വടക്കാഞ്ചേരി ടോൾ എന്താ പറയാറ്. നമ്മൾ ടോളിൽ എത്തിയിരിക്കുകയാണ്. ഫാസ്റ്റ് ടാഗ് ഒക്കെ ജസ്റ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നമ്മൾ പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. വർക്കാവൂലെന്ന് അറിയില്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ വരാറുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഈ റോഡില് ടോള് കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത ഇതാണ്. നമുക്ക് പച്ചകത്തി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ടോള് കഴിഞ്ഞു. ഇനി പാലക്കാടേക്ക് പെട്ടെന്ന് എത്തും. ഇനി ഇത് കഴിഞ്ഞ് പോകുമ്പോ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് തിരിയുമ്പോ ഒരു ശരവണ ഭവൻ ഉണ്ട് കേട്ടോ. ജ്യോതിസ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ശരവണ ഭവൻ ഉണ്ട്. വെജ് ഫുഡിന് ശരവണ ഭവൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എല്ലാവർക്കും ഓരോരോ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ എന്റെ കാര്യം പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരവണ ഭവനിലെ ഫുഡ്. കാരണം നല്ല മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. പിന്നെ അവിടുത്തെ വടയൊക്കെ ഭയങ്കര സോഫ്റ്റ് വടയാണ്. അപ്പൊ അത് എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ശരവണ ഭവൻ അവിടെ വരുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാമേ. ഞങ്ങൾ ഈ വഴി പോകുമ്പോ മോർണിംഗ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇതാണ് ഞാൻ പറഞ്ഞ ശരവണ ഭവൻ. ഇതിന്റെ അപ്പുറത്ത് തന്നെ ആര്യാസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ നോർമലി ഇവിടെ കയറാറ്. ഇവിടെ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ കുറെ സ്വീറ്റ്സും പിന്നെ സ്നാക്സും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ നമ്മള് ശരവണ ഭവനും കഴിഞ്ഞു, ടോളും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഒരുവിധം പകുതിയിലധികം ദൂരം കഴിഞ്ഞു കേട്ടോ. പാലക്കാട് ഇനി പെട്ടെന്ന് എത്തും. അപ്പോ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ റോട്ടിലൂടെ അങ്ങനെ പോകുന്നത് മാത്രം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പൊ കണ്ടോ, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്ര വ്യൂ അത്ര ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇനി ഞാൻ പാലക്കാട് എത്തിയതിനു ശേഷം അവിടെ എന്തൊക്കെയാണ് ചെയ്യണത്, എന്താണ് അവിടെ നിന്ന് കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതുവരെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇട്ടു. വണ്ടി ഓടിക്കുമ്പോ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എന്നോട് തന്നെ ഉപദേശമായി പറഞ്ഞത്, നിങ്ങളൊക്കെ നന്നായിട്ട് ഓടിക്കുന്നവരായിരിക്കും. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് വന്നപ്പോഴാണ് ആലോചിച്ചത് ഹെഡ്ലൈറ്റിന്റെ കാര്യം. നമ്മളിതാ അങ്ങനെ പാലക്കാട് എത്തിയില്ല. ഈ ഒരു ഷോപ്പിലുണ്ടല്ലോ നല്ല കുലുക്കി സർവത്ത് കിട്ടി. ഞങ്ങളിപ്പോ കുടിച്ചിട്ടില്ല, മുമ്പ് വരുമ്പോ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ ഞങ്ങള് മൈതാനത്തിന്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മള് പണ്ട് വന്ന് കഴിച്ചൊരു കടയുണ്ട് കേട്ടോ. അപ്പൊ അവിടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ശരിക്കും നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടെ ബൺ പൊറോട്ട എടുക്കുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നോക്കൂ, ബൺ പൊറോട്ട എന്ത് രസമല്ലേ കാണാൻ തന്നെ. ഇത് ടേസ്റ്റ് ചെയ്തും കൂടി നോക്കണം.
എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊരിയുന്നുണ്ട്. സൂപ്പറാണ്. ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ മധുരൈ ബൺ പൊറോട്ട. നമ്മൾ ഓർഡർ ചെയ്ത അത് ബൺ പൊറോട്ടയും പിന്നെ അതുപോലെ തന്നെ മട്ടന്റെ ഒരു കറിയാണ്. ഇത്തിരി ഗ്രേവി ആയിട്ടുള്ള കറിയാണ്, മട്ടൻ കീമ. പ്ലസ് അതിന്റെ കൂടെ തന്നെ ഇവര് നമുക്ക് മട്ടന്റെയും ചിക്കന്റെയും പിന്നെ വെജ് ഗ്രേവിയും തരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കാണുമ്പോ തന്നെ നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ ഒന്നിനി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുന്ന പോലെ തന്നെയാണ്. ഇതിന്റെ കൂടെ മട്ടനാണെന്ന് തോന്നുന്നു നല്ല കോമ്പിനേഷൻ. അപ്പം ഇതോടുകൂടി തീരുന്നില്ല, ഇത് ഫസ്റ്റ് ഐറ്റം മാത്രമാണ്. അപ്പൊ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. നടന്നു വരുമ്പോ പമ്പിന്റെ മുന്നിലൊരു ആന, സ്വന്തമായിട്ട് ആനയുള്ള ഒരു പമ്പ്. അടുത്തത് നമ്മളൊരു മട്ടൻ സൂപ്പാണ് ട്രൈ ചെയ്യുന്നത്. മഴയല്ലേ, മഴ മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് ചുമയൊക്കെ ഉണ്ട്. അപ്പം അതിന് മട്ടൻ സൂപ്പ് അടിപൊളിയാണ്. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു മട്ടൻ സൂപ്പിന്റെ ഷോപ്പിൽ വന്ന് സൂപ്പ് കുടിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ തൃശ്ശൂർക്ക് പോകാനുള്ള ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫുഡ് സ്പോട്ടും കൂടി ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അവിടുത്തെ സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, പിന്നെ ഒരുപാട് എരിയാണ്. അപ്പം എനിക്ക് അത്ര എരിവ് അത്ര ഇഷ്ടമല്ല പേഴ്സണലി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. എന്നെപ്പോലുള്ള എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ അടുത്ത സ്പോട്ടിലേക്കും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തുമ്പോ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോ ഇതാ ലുലുവിന്റെ മുമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ ലുലുവിന്. നമ്മൾ പക്ഷെ ലുലുവിലേക്കല്ല പോകുന്നത്, ലുലുവിന്റെ അതേ കൂടെ പോകണമെന്നേ ഉള്ളൂ. നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ട് എത്താറായി. തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. യെസ്, അതാണ് നമ്മുടെ ഫുഡ് സ്പോട്ട്. NMR ബിരിയാണി. നമ്മൾ കഴിക്കാൻ പോകുന്നത് അടുത്തത് NMR ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് പോയി ഇനി NMR ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇവിടെയാണ് നമ്മളിന്ന് അടുത്ത ഫുഡ് സ്പോട്ടായിട്ട് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ പണി നടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന NMR ബിരിയാണിയുടെ ഷോപ്പിലേക്കാണ് പോണേ. ഇവിടെ നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. NMR ബിരിയാണി കഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഫുഡ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ NMR ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇതാണ് NMR ബിരിയാണി. നമ്മൾ നോർമൽ കഴിക്കുന്ന ബിരിയാണിയൊക്കെ കുറച്ചും കൂടി മസാലയൊക്കെ കൂടുതലുള്ളൊരു ബിരിയാണിയാണിത്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും കഴിച്ചു നോക്കട്ടെ കേട്ടോ. നമുക്ക് പറയാം ഞാൻ റിവ്യൂ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു. ബിരിയാണി നല്ല സ്വാദുണ്ടായിരുന്നു, അടിപൊളി ബിരിയാണിയാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ പോവാണ്. NMRയിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ ഓക്കെ, ബൈ ബൈ.